കർക്കിടക മാസം. കൂട്ടുകാരെ, ജൂലൈ മാസം പകുതിയാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക മാസം എത്തും. അതാണ് കർക്കിടക മാസം. ഈ മാസം പണ്ടുകാലം മുതൽക്കേ നമ്മുടെ മുതിർന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർക്കിടകത്തിൽ മഴക്കാലം ശക്തി പ്രാപിക്കും. കൃഷിയൊന്നുമില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് വീട്ടിലിരിക്കാൻ കൂടുതൽ സമയം കിട്ടും. ഈ സമയം അവർ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറ്. ഈ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാമായണം വായിക്കുന്നത്. രാമായണം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ കഥയാണ്. ധർമ്മവും സത്യസന്ധതയും സ്നേഹവും ത്യാഗവും ഒക്കെ നിറഞ്ഞ ഒരുപാട് നല്ല പാഠങ്ങൾ രാമായണത്തിലുണ്ട്. മുത്തശ്ശിമാരും അച്ഛനമ്മമാരുമൊക്കെ കർക്കിടകത്തിൽ രാമായണം ദിവസവും വായിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കൂട്ടുകാർക്ക് രാമായണം മുഴുവൻ ഒറ്റയടിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? വിഷമിക്കണ്ട. രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും കഥകളായി പറഞ്ഞു തരാം. രാമായണം നമ്മൾക്ക് കഥകളിലൂടെ പരിചയപ്പെടാം. അതിലൂടെ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹനുമാനെയും രാവണനെയും കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. രാമായണത്തിലെ നല്ല പാഠങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പഠിക്കാം. എന്താ, നിങ്ങൾ തയ്യാറല്ലേ രാമായണത്തിൻ്റെ മനോഹരമായ ലോകത്തേക്ക് യാത്ര ചെയ്യാൻ?